കാരണം BJPയുടെ വിജയം തന്നെയല്ലേ. എല്ലാവരും 4 പാട് നിന്നും എതിർത്തിട്ടും ഒരാൾക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു 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 അവരെ ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണ് ഈ തെരഞ്ഞെടുപ്പ്. പിന്നെ അതിലുപരി ചന്ദ്രശേഖരൻ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ മാർജിനാണ്. പല മണ്ഡലങ്ങളിലുണ്ടായ മാർജിനാണ്. അത് എനിക്ക് തോന്നുന്നു മലബാറിൽ കണ്ണൂർ ജില്ലയിലെ ചില മണ്ഡലങ്ങളിലൊക്കെ LDFന് വലിയ മാർജിൻ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലുമൊക്കെ തന്നെ ജയിച്ചിട്ടുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ മാർജിൻ ഹ്യൂജ് മാർജിനാണ്. അത് UDFൻ്റെ വോട്ട് ബാങ്ക് തകർന്ന് തരിപ്പണായി എന്നുള്ളതിനുള്ള ഒരു സാക്ഷ്യപത്രമായിട്ട് നമ്മളതിനെ കാണണം. കേരളത്തിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ജനവിധിയുടെ കാര്യത്തിൽ കാര്യമായിട്ട് വോട്ട് ബേസിനെ അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നത് സുപ്രധാനമായ ഒരു 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 സൈനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ചെറിയ സാധാരണ തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ ആറ്റിങ്ങൽ, വർക്കല പോലുള്ള മണ്ഡലങ്ങളിൽ ഒക്കെ നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ടാവാറുള്ള നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ 20,000-നും 30,000-നും ഒക്കെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. അത് UDFനോടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. അവിടെ അവരുടെ വോട്ട് പോയിട്ടുള്ളത് എവിടേക്കാണ് എനിക്ക് തോന്നുന്നത് അത് BJPയുടെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരു വിവരം വന്നിരിക്കുന്നു. കൽപ്പറ്റയിൽ CK ശശീന്ദ്രൻ അട്ടിമറി വിജയം കുറിക്കുന്നു എന്ന് മാത്രമല്ല, അത് വളരെ തിളക്കമുറ്റ മിന്നുന്ന ഒരു വിജയമായിരിക്കും. 11,216 വോട്ടുകൾക്കാണ് ശ്രേയാംസ് കുമാറിനെ പോലെ ശക്തനായ ഒരു UDF സ്ഥാനാർത്ഥിയെ, ശശീന്ദ്രൻ എന്ന സാധാരണക്കാരുടെ സ്ഥാനാർത്ഥി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ വ്യക്തി പിന്തള്ളിയിരിക്കുന്നത്. 11,581 വോട്ടിന്റെ വ്യത്യാസം. കൂടുതൽ മണ്ഡലങ്ങളിലെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വാമനപുരത്ത് എന്താണ് വാമനപുരത്തെ ഫലം? DK മുരളി വിജയിച്ചിരിക്കുന്നു. LDFന്റെ DK മുരളി വാമനപുരത്ത് വിജയിച്ചിരിക്കുന്നു. കൂടുതൽ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി വട്ടിയൂർക്കാവിലെ അവസാനത്തെ നിലയിലേക്ക് പോയാൽ 5,188 വോട്ടുകളായി മുരളീധരൻ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. വിജയം ഉറപ്പിച്ചുകൊണ്ട് K മുരളീധരൻ വട്ടിയൂർക്കാവിൽ മുന്നോട്ട് പോകുന്നു. 2ാം സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോഴും കുമ്മനം രാജശേഖരൻ തുടരുന്നു. ഇതാണ് വട്ടിയൂർക്കാവിലെ ഏറ്റവും അവസാനത്തെ സ്ഥിതി. പറയൂ. പറഞ്ഞത് NDAയുടെ അത് രാജഗോപാലിൻ്റെ വിജയത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. രാജഗോപാലിൻ്റെ വ്യക്തിപരമായ ഒരു സ്വാധീനം മണ്ഡലത്തിലും പൊതുവെ തിരുവനന്തപുരത്തും ഉണ്ട്. അതൊരു NDAയുടെ വിജയമായി കണക്കാക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. NDAയുടെ വിജയമായിട്ടത് കാണുന്നില്ല. കാരണം NDA വേറെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വിജയത്തിലേക്ക് പോകുന്നതായിട്ട് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി. എലത്തൂര് AK ശശീന്ദ്രൻ വിജയിച്ചിരിക്കുന്നു. നമുക്ക് ഇക്കാര്യം തന്നെ ചർച്ച ചെയ്യാം. NDA ഒരേ ഒരു സ്ഥലത്ത് വിജയം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അത് ഒരു വ്യക്തിപരമായ വിജയമായി കാണണം, ഒരു രാഷ്ട്രീയ മുന്നണിയുടെ വിജയമായി കാണരുത് എന്നൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കപ്പെട്ടിരുന്നു. എങ്ങനെ പറയുന്നു? നേരത്തെ പറഞ്ഞതുപോലെ LDFന്റെ സീറ്റ് നേട്ടം ഇപ്പോൾ 92-ൽ വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം ഇപ്പോൾ 92ആയി തുടരുകയാണ്. UDF 46 സീറ്റിൽ വിജയം ഉറപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. NDA ഇപ്പോഴും ഒരു സീറ്റിലാണ് വിജയപ്രതീക്ഷ ഉയർത്തി നിൽക്കുന്നത്. അവിടെ അവർ വിജയം കൈവരിക്കും എന്ന് ഉറപ്പാണ്. മറ്റുള്ളവർ PC ജോർജ്, പൂഞ്ഞാറ് ജയിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ മറ്റുള്ളവർക്കുള്ള സ്ഥാനം ഒന്നാണ്. എന്തായാലും 90 സീറ്റ് കഴിഞ്ഞ് LDF പോകും എന്ന പ്രതീക്ഷ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഒരു ചുവപ്പൻ തരംഗം, LDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ട് എന്നാണ് നമുക്ക് പറയാവുന്നത്. ഇപ്പോൾ CPIMന്റെ നേതാവ് ശ്രീ KJ തോമസ് നമ്മളോടൊപ്പം ഉണ്ട്. തോമസ്, താങ്കൾ ഈ ഘട്ടത്തെ എങ്ങനെ വിലയിരുത്തും? ഇതൊരു തരംഗമാണോ? തരംഗമാണെങ്കിൽ ആ തരംഗത്തിന്റെ സ്വഭാവം എന്ത്, ചേരുവ എന്ത്? ഇതൊരു ഭരണവിരുദ്ധ തരംഗം എന്ന നിലയ്ക്കാണോ, LDF അനുകൂല തരംഗം, രാഷ്ട്രീയ തരംഗം എന്ന നിലയ്ക്കാണോ? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് KJ തോമസ്? തീർച്ചയായും ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF ഭരണം ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ
ഈ 5 വർഷക്കാലവും UDFൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തിയായി പ്രതികരിച്ചിരുന്നു. ഒട്ടേറെ സമരങ്ങൾ നടത്തിയും അതുപോലെ തെറ്റുകളെ ചോദ്യം ചെയ്തും അഴിമതിക്കെതിരെ സമരം നടത്തിയും നല്ല നിലയ്ക്ക് LDF മുമ്പോട്ട് വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയ്ക്ക് അതൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ഇടതുപക്ഷം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെന്നുള്ളത്. കേരളത്തിൽ ഞങ്ങൾ ആ മുദ്രാവാക്യം വളരെ ശക്തമായി ഉയർത്തിയിരുന്നു. അഴിമതിക്കെതിരെയുള്ള ശബ്ദം വളരെ ധീരമായി ഉയർത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. അതുപോലെ UDF ഗവൺമെൻറ്റിൻ്റെ വികസന പ്രശ്നത്തിലുള്ള കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശക്തിയായി പ്രതികരിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് വെച്ചത്. അതിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം. അതാണ് LDF ജൈത്രയാത്ര തുടരുന്നത്. മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നുവെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. NDA ആണെങ്കിൽ അവരുടെ വർഗീയ നിലപാട് കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാം എന്ന കാര്യം നല്ല നിലയ്ക്ക് പരിശോധിക്കുകയും അതിനുവേണ്ടി വലിയ തോതിൽ പണമിറക്കുകയും ചെയ്തു. പക്ഷേ അവരെ ജനം തള്ളിക്കളയാണുണ്ടായത്. തിരുവനന്തപുരത്ത് നിയമമണ്ഡലത്തിൽ രാജഗോപാൽ ഇപ്പോൾ മുമ്പിട്ടാണ് നിൽക്കുന്നത്. എന്താണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എങ്കിലും അദ്ദേഹം മുമ്പിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിനിവിടെ വ്യക്തിപരമായ ഒരു സ്വാധീനമുണ്ട്. അത് NDAയുടെ ഒരു വിജയമായിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഇവിടെ തെരഞ്ഞെടുപ്പിന് വന്നു, പ്രചരണ രംഗത്ത് 1-2 പ്രാവശ്യം വന്നു. അമിത്ഷാ ഇവിടെ വന്നു. BJPയുടെ കേന്ദ്രമന്ത്രിമാരെല്ലാം വന്നു. ഇഷ്ടം പോലെ പണമൊഴുക്കി ഭീഷണിപ്പെടുത്തി അങ്ങനെ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടും BJPക്ക് ഇവിടെ കഷ്ടിച്ച് രാജഗോപാലൻ്റെ ഒരു പച്ചയിൽ അവിടെ നിൽക്കാൻ മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. ഈ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ ഒരു തിരിച്ചടിയും കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഈ വിജയം. തീർച്ചയായും ശ്രീ B. ഉണ്ണികൃഷ്ണൻ, ഇവിടെ പ്രധാനമായും ഈ ഇലക്ഷൻ മുമ്പോട്ട് വെച്ച ചില മൂർത്തമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഏറ്റവും ഒടുവിൽ ജിഷ കൊലപാതകത്തിലൂടെ വന്നു നിന്ന സ്ത്രീവിരുദ്ധമായ ഒരു പശ്ചാത്തലം സൃഷ്ടിക്കുന്നതിൽ ഭരണകൂടം എത്ര കണ്ട് സഹായകമായി എന്നുള്ള വിഷയം. മൂന്നാമത്തെ വിഷയം, ഒരു വർഗീയ കക്ഷിയുടെ പ്രവേശനം സാധ്യമാകുമോ എന്ന ആശങ്ക. ഈ 3 മൂർത്തമായ സാഹചര്യങ്ങളാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ഘട്ടത്തിൽ എങ്ങനെ? അതിനെ കൂടാതെ ഒരു സംഗതിയുണ്ട്. കാരണം നമ്മൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന മിക്ക മാധ്യമ ചർച്ചകളിലും ഈ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ അഭിപ്രായപ്പെട്ടത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേർന്നതെന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ അറിയേണ്ടവർ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരും അറിഞ്ഞില്ലെങ്കിലും അത് ജനം അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. അതൊന്ന്. ഈ ഭരണവിരുദ്ധ വികാരത്തെ ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ച ഈ 3ാം മുന്നണി അത് സ്പ്ലിറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് ഈ ഫലങ്ങളിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. എക്സിറ്റ് പോളുകൾ വിലയിരുത്തിയ സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലുള്ളവർ ആ ആശങ്ക പങ്കുവെച്ചതുമാണ്. പക്ഷേ ഇപ്പോൾ ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കേരളത്തിൻ്റെ അന്തസ്സുറ്റ ചരിത്രം നമ്മളെ പഠിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ നിൽക്കുകയും ഈ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുവാനായി ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെച്ച ആശയ സംഹിതയെയും പ്രകടന പത്രികയും അവർ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായും KVSലേക്ക് വന്നാൽ, KVS എങ്ങനെ തോന്നുന്നു? സോമാലിയ വിഷയം അടക്കമുള്ള പരാമർശങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചത് എന്നതൊക്കെ നേരത്തെ ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ പല ഘട്ടത്തിലും ഒരുപക്ഷെ NPC നിയമം ഒരുപക്ഷെ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ഏതാണ്ട് വ്യക്തമായ ബാക്കിയുള്ള എത്ര ബൂത്തുകളാണ് ഇനി അത്തരം വിവരങ്ങൾ ഇനി പുതിയതായി എടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ആ ഘട്ടത്തിൽ നിയമം അവിടെ നിൽക്കട്ടെ. ഈ ഘട്ടത്തിൽ സോമാലിയ അടക്കമുള്ള വിഷയം BJPക്ക് മുമ്പോട്ട് വെച്ച ഏതെങ്കിലും വിഷയത്തെ നേരിടാൻ കഴിഞ്ഞോ? നോക്കൂ, തീർച്ചയായും ഒരു ഇടത് തരംഗം സാധ്യമാക്കണമെങ്കിൽ അത് തീർച്ചയായും BJP വിരുദ്ധത അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ മറ്റൊരു ചോദ്യമില്ല. ആ ഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഒരു UDF വിരുദ്ധ തരംഗം കേരളത്തിലുണ്ടായിരുന്നു. ജനങ്ങളുടെ മനസ്സിലതുണ്ടായിരുന്നു.
അതുണ്ടാവാതിരിക്കാൻ കഴിയുകയുമില്ല. കാരണം അത്രമാത്രം അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ നടന്നിരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാൾ, മറ്റേ ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായ വിവാദങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് ഇവിടെ നടക്കുന്നത് വെറും തീവെട്ടിക്കൊള്ളയാണെന്ന് പറഞ്ഞത് സുധീരനും വി ഡി സതീശനും പോലുള്ള കോൺഗ്രസ്സുകാർ പോലുമാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇടതുമുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും പ്രചാരണത്തിന് ആയുധമാക്കിയത്. അവർ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ക്യാമ്പയിൻ അതിനെ ചൊല്ലി തന്നെയായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഒരു ശക്തമായ 2 മുന്നണികൾക്കിടയിൽ ഒരു സ്പേസ് കണ്ടെത്താനുള്ള ശ്രമമാണ് NDA നടത്തിയത്. അതിൽ വേണ്ടത്ര വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ കേരളത്തിൽ ഒരു 3ാം ശക്തിക്ക് സ്കോപ്പുണ്ട്, അതിന് വളർന്നു വരാൻ സാധിക്കും എന്നൊരു തോന്നലുണ്ടാക്കാൻ. അതിന്റെ സ്കോപ്പ് എത്രത്തോളമാണെന്നറിയാം. ഞങ്ങളുടെ പ്രതിനിധി സജേഷ് ഇപ്പോൾ ലൈനിലുണ്ട്. വട്ടിയൂർക്കാവിന്റെയും നേമത്തിന്റെയും വിവരങ്ങൾ പ്രത്യേകം വേർതിരിച്ചറിയാൻ സജേഷ് ബീപ് ശബ്ദത്തോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. നിയമം മുമ്പോട്ട് വെക്കുന്നു എങ്കിൽ പോലും ഇപ്പോഴും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇനി എത്ര ബൂത്തുകളാണ് പൊട്ടിക്കാനുള്ളത്? ഒപ്പം വട്ടിയൂർക്കാവിന്റെ വിവരങ്ങളും. അജിംഷാദ്, നിയമത്തിന് മറിച്ചൊരു ഫലത്തിന് സാധ്യതയില്ല. രാജഗോപാൽ വലിയ ലീഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. 8516 വോട്ടിന് ലീഡുണ്ട്. 13 ബൂത്ത് മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു റൗണ്ട് കൂടിയേ വോട്ടെണ്ണാനുള്ളൂ. ഈ ഒരു റൗണ്ടിൽ LDFന്റെ ശക്തി മേഖലയായിട്ടുള്ള തിരുവല്ലമാണ് എണ്ണാനുള്ളത്. എന്നാൽ പോലും ഈ 8516 വോട്ടിന്റെ ലീഡ് ഇനി മറിച്ചാകാൻ സാധ്യതയില്ല. ലീഡിൽ അല്പം വില വ്യത്യാസം വരിക മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നേമത്ത് രാജഗോപാലിന്റെ ജയം ഏറെക്കുറെ ഉറപ്പായി. വട്ടിയൂർക്കാവിലും നേരത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിലും ഇപ്പോൾ കെ മുരളീധരൻ വളരെ മുൻപിൽ എത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 7446 വോട്ടിന്റെ ലീഡ് ആയി. ഇനി എണ്ണാനുള്ളത് കുന്നുകുഴിയാണ്. അവിടെയും കെ മുരളീധരനും LDFും തമ്മിലാണ് മത്സരം. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനത്തുള്ള NDA അവിടെ മുന്നോട്ട് വരാൻ സാധ്യതയില്ല. മുരളീധരന്റെ വിജയവും ഉറപ്പായി കഴിഞ്ഞു. അജിംഷാദ്, തീർച്ചയായും അങ്ങനെയാണെങ്കിൽ മുൻകാലത്തെ അപേക്ഷിച്ച് ആരുടെ വോട്ടുകളാണ് ചോർന്നിരിക്കുന്നത്, ആരിലേക്കാണ് ഒഴുകിയിരിക്കുന്നത്? മുമ്പ് ചാരുപാറയിൽ നിന്നും ഇപ്പോൾ സുരേന്ദ്രൻ പിള്ളയിലേക്കുള്ള ദൂരത്തിന്റെ കുറവെത്ര? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഘട്ടം കൂടിയാണിത്. ഒരുപക്ഷെ സജേഷ്. അജിംഷാദ്, നേമത്ത് ഒരു പ്രധാനപ്പെട്ട മുന്നണിയുടെ സ്ഥാനാർത്ഥി നേടേണ്ട വോട്ടിന്റെ അടുത്തെങ്ങും വി സുരേന്ദ്രൻ പിള്ളയുടെ വോട്ട് എത്തിയിട്ടില്ല. കേവലം 13000-ഓളം വോട്ടുകൾ മാത്രമാണ് സുരേന്ദ്രൻ പിള്ള പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ട് എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. സുരേന്ദ്രൻ പിള്ള ഒരു കടുത്ത മത്സരം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കില്ലായിരുന്നു ഫലം. എന്തുകൊണ്ട് ഇടതിന്റെ ശാക്തിക മേഖലയായ അമ്പലത്തറയിൽ പോലും രാജഗോപാൽ കൂടുതൽ വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവിടെ പുതിയ സ്ഥാനാർത്ഥിക്ക് തീർത്തും കുറവാണ്. ആ രീതിയിലാണ് നേമത്തെ വോട്ടിംഗ് പാറ്റേൺ. BJPയുടെ ശാസ്ത്രീയ മേഖലയായ ആദ്യവല്യ പൂജപ്പുര, കരമന തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം രാജഗോപാൽ ലീഡ് നിലനിർത്തി. ആ ഘട്ടത്തിൽ ലീഡ് 6000 ആയാൽ പോലും അവസാനം വരുന്ന മേഖലകളിൽ നിന്ന് ശിവൻകുട്ടി തിരിച്ച് മുന്നേറുമെന്ന രീതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് ആ രീതിയിൽ തന്നെ LDF ഇത്തവണയും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. LDF തിരിച്ച് വരേണ്ട സ്ഥലങ്ങളിലെല്ലാം സുരേന്ദ്രൻ പിള്ളയ്ക്ക് വലിയ തോതിൽ വോട്ട് കുറവാണ്. അത് വോട്ട് സുരേന്ദ്രൻ പിള്ള 12,000. തീർച്ചയായും സജേഷ്, അവിടെ തന്നെയാണ് പ്രസക്തമാകുന്നത്. സുരേന്ദ്രൻ പിള്ളയുടെ വോട്ട് കുറഞ്ഞത് ഈ ഘട്ടത്തിൽ വളരെ ഗൗരവമായ ചർച്ചയിലേക്ക് ശ്രീ ജേക്കബ് ജോർജിലേക്കും ശ്രീ അജിത്തിലേക്കും എത്താം. തീർച്ചയായും മഞ്ചേശ്വരത്തേതാണ് ഏറ്റവും പുതിയ വിവരം അറിയാനുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി സണ്ണി ഇപ്പോൾ ലൈനിലുണ്ട്. സണ്ണി, ഏതാണ്ട് സുരേന്ദ്രൻ തോറ്റു. സുരേന്ദ്രന്റെ തോൽവി ഉറപ്പിക്കാനായി 89 വോട്ടിനാണ് തോറ്റിരിക്കുന്നത് സുരേന്ദ്രൻ. വിവരങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, തീവാറുന്ന പോരാട്ടം നമ്മൾ നേരത്തെ പ്രവചിച്ചതുപോലെ എന്ത് സംഭവിക്കാവുന്ന നിലയിലായിരുന്നു മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ മത്സരം. LDF നടത്തിയ വലിയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ UDF ഇവിടെ വലിയ തോതിൽ വോട്ട് കുറഞ്ഞത്. 89 വോട്ടുകൾക്ക് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ ഇവിടെ പരാജയപ്പെടുകയായിരുന്നു. നമ്മൾ നേരത്തെ അനുഭവം വെച്ച് നോക്കിയാൽ KG മാരാർ ഇവിടെ മുമ്പ് 1200 വോട്ടുകൾക്ക് ചെർക്കളം അബ്ദുള്ളയോട് പരാജയപ്പെട്ടുപോലുള്ള തുല്യമായ തീവാറുന്ന പോരാട്ടമാണ് നടന്നത്. അവസാന നിമിഷത്തിൽ സുരേന്ദ്രൻ ജയിച്ചു എന്ന നിലയിൽ പോലും എത്തിയിരുന്നു. പക്ഷേ 89 വോട്ടുകൾക്ക് ജയിക്കുകയായിരുന്നു. 67 വോട്ടുകൾ സുരേന്ദ്രന്റെ അതേ പേരിൽ മത്സരിച്ച മറ്റൊരാൾക്ക് ലഭിച്ചു. അതും സുരേന്ദ്രന്റെ പരാജയത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അജിംഷാദ്, തീർച്ചയായും ഈ ഘട്ടത്തിൽ NPC, അതായത് മഞ്ചേശ്വരം പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്കിപ്പോ പറയാനുള്ളത്. മഞ്ചേശ്വരത്ത് ജയിക്കും എന്ന പ്രതീക്ഷ നേരത്തെ ഉയർത്തിയിരുന്ന
NDA സ്ഥാനാർത്ഥി സുരേന്ദ്രൻ പരാജയപ്പെട്ടിരിക്കുന്നു. 89 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയം. അബ്ദുൾ റസാഖ് ജയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വട്ടിയൂർക്കാവിൽ മുരളീധരൻ തന്നെ എന്ന് ഉറപ്പായി എന്നൊരു വിവരം കൂടി ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്നുണ്ട്. മുരളീധരന്റെ ഭൂരിപക്ഷം മുരളീധരൻ 7622. മുരളീധരൻ വിജയിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. അതെ അതെ, തീർച്ചയായും 89 വോട്ടിന്. ഒരുപക്ഷെ ശ്രീ ജേക്കബ് ജോർജ്, അതായത് സുരേന്ദ്രന്റെ അപരൻ അവിടെ 400 ശിഷ്ടം വോട്ടാണ് ലഭിച്ചത്. ഒരുപക്ഷെ പണ്ട് സുധീരന് ഇതിന് സമാനമായ അതെ അതെ വേറെ ജോണുണ്ടായിരുന്നു, അതുപോലെ തന്നെ സുധീരൻ. ഒപ്പം ആ ഒരു രീതിയിലേക്ക് വിലയിരുത്താമോ ഈ ഘട്ടത്തിൽ അതിനെ? അല്ല, അത് ഒരു ഘടകമാണ്. ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിന്റെ പിന്നിൽ പോലും അനേക ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാവുന്ന ഘടകങ്ങൾ, ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിലും പരാജയത്തിലും ഉണ്ടാകുന്ന ഘടകങ്ങൾ വളരെയാണ്. ഇപ്പം കെ മുരളീധരന്റെ വിജയം, ശരിക്കും പറഞ്ഞാൽ മുരളീധരൻ അധികം ജോലി ചെയ്തില്ല, മുരളീധരൻ അധികം കാശ് ചിലവാക്കിയില്ല. പക്ഷെ മുരളീധരൻ ജനിച്ചത് മുരളീധരന്റെ ആ അർപ്പണ ഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. വട്ടിയൂർക്കാവിലെ വിവരങ്ങളുമായി ഒരുപക്ഷെ സജേഷ് ഉണ്ടോ? സജേഷ്, അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, അവസാന നിമിഷം വരെ ഉദ്വേഗം നിലനിർത്തി എന്നുള്ളതാണ് വട്ടിയൂർക്കാവിന്റെ വിവരങ്ങൾ. വട്ടിയൂർക്കാവിന്റെ വിവരങ്ങളിലേക്ക് പോയാൽ തീർച്ചയായും ഷാദ്, കെ മുരളീധരന്റെ വിജയം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. 7622 വോട്ടിനാണ് കെ മുരളീധരൻ വിജയിച്ചത്. കെ മുരളീധരൻ രണ്ടാമതാര് കുമ്മനം രാജശേഖരനാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. TN സീമ അല്പം മാത്രമാണ് പിന്നിലുള്ളത്. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള 3 മേഖലകളിൽ നിന്നാണ് കെ മുരളീധരൻ ലീഡ് ഉയർത്തിയത്. പട്ടം, കുന്നുകുഴി തുടങ്ങിയ കുറവൻകോണം തുടങ്ങിയ മേഖലകളിലാണ് മുരളീധരന്റെ ലീഡ് ഉയർന്നത്. അവിടെ ശാസ്ത്രമംഗലത്ത് എത്തുന്നത് വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അതിനുശേഷമാണ് മുരളീധരന്റെ ലീഡ് ഉയർന്നത്. സ്ഥിതി എന്താണ്? നിയമം ാണ് ഇപ്പോൾ പോരാട്ടം ബാക്കി നിൽക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച 13 ബൂത്തുകൾ വീണ്ടും എണ്ണാൻ ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ആദ്യം നിയമത്തിന്റെ കാര്യത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയിരുന്നില്ല. 1018 പോസ്റ്റൽ വോട്ടുകൾ എണ്ണാനുണ്ട്. ഇതിൽ ചില തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു. അതിന്റെ താമസമാണ് നിയമത്ത് വരുന്നത്. പോസ്റ്റൽ വോട്ടിൽ പരസ്പരം കൗണ്ടിംഗ് ഏജന്റുമാർ തർക്കം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ താമസം ഏതാണ്ട് അരമണിക്കൂറായി വരികയാണ്. 1021 വോട്ട് ഈ രീതിയിൽ. അജിംഷാദ്, ഇപ്പോ ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം പ്രസക്തമായത്, ഇപ്പോ പിണറായി വിജയൻ പോലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത് പരാമർശിച്ചിരുന്നു, നേമത്തെ വോട്ടിംഗ് പാറ്റേൺ. സുരേന്ദ്രൻ പിള്ളയെ പോലെ ഒരു സ്ഥാനാർത്ഥിക്ക് ചാരുപാറ രവിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വോട്ട് ഗണ്യമായി കുറയുക, 12,000 മാത്രം വോട്ട് നേട്ടം ഉണ്ടാവുക, അത് O രാജഗോപാലിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവ് കൊണ്ട് സംഭവിച്ചു പോയതാണോ?